കോളേജിൽ വരുമ്പോൾ പഠിക്കുന്ന കാലത്ത് പഠിക്കുക. നിങ്ങളുടെ മാതാപിതാക്കൾ വിഷമിക്കും. ഇന്നിവിടെ പരിക്കേറ്റവിൽ SFI കാണും, KS കാണും, BJP കാണും, ABP കാണും. നിങ്ങൾ മനസ്സിലാക്കുക, കോളേജിൽ വന്ന് സംഘർഷം ഉണ്ടാക്കലല്ല. ആദ്യം ഇവിടെ വന്നാൽ നിങ്ങൾ മാതാപിതാ ഗുരു ദൈവം, ഗുരുവിന് ഏറ്റവും പ്രാമുഖ്യം കൊടുക്കുക. കാരണം മാതാവും പിതാവും കഴിഞ്ഞാൽ ഗുരുവാണ്, അതും കഴിഞ്ഞ് ദൈവം വരുന്നുള്ളൂ. ഇന്ന് സ്കൂളുകളിൽ ടീച്ചർമാരെ പറ്റി അനാവശ്യം പറയുക, പ്രിൻസിപ്പളിനെ തടഞ്ഞു വെക്കുക, കൊരാവ് ചെയ്യുക, ഇത്തരം പ്രവൃത്തികളിൽ പോകാതിരിക്കുക. ഗുരുത്വദോഷം എന്ന് പറയും, ഗുരുത്വദോഷം. നിങ്ങൾക്ക് ആപൽഘട്ടങ്ങളിൽ നമ്മൾ എപ്പോഴും സഹായിക്കുന്നത് അദൃശ്യമായൊരു ശക്തിയാണ്. നമ്മൾ പഠിപ്പിച്ച ഗുരുക്കന്മാരുടെ അവരുടെ എപ്പോഴും ഐശ്വര്യം നമ്മുടെ പുറത്ത് കാണും. ദയവ് ചെയ്ത് അവരുടെ പ്രാക്ക് വാങ്ങിച്ചുകൊണ്ട് കലാലയങ്ങളിൽ നിങ്ങൾ പോകാതിരിക്കുക. ഇനി കൂടുതൽ സംസാരിക്കുന്നുണ്ട് മക്കളെ, നിങ്ങൾക്കെല്ലാം നല്ല ഭാവി വരണം. പൊങ്കാല അടുപ്പിൽ നിന്നും വമിക്കുന്ന പുക കൊണ്ട് തിരുവനന്തപുരം നഗരം ശുദ്ധീകരിക്കപ്പെടും എന്നൊരു പ്രസ്താവന കൃഷ്ണകുമാർ നടത്തിയിരുന്നു. ആ പ്രസ്താവനയെ സ്വല്പം ഹാസ്യരൂപേണ വിമർശിച്ചുകൊണ്ട് തന്നെ RR ടോക്സ് നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു. എന്നാൽ ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന സത്യം തിരിച്ചറിയുന്ന രീതിയിലായിരുന്നു RR ടോക്സ് കൃഷ്ണകുമാറിന്റെ ഏറ്റവും അടുത്ത് നടന്ന ഒരു ഇലക്ഷൻ പ്രചരണ പരിപാടിയിലെ പ്രസംഗത്തെ കണ്ടത്. കൊല്ലത്ത് ലോക്സഭാ സ്ഥാനാർത്ഥിയായി BJP കൃഷ്ണകുമാറിനെ പ്രഖ്യാപിച്ചതിന് ശേഷം കൊല്ലത്തുള്ള ഒരു ITIയിൽ പ്രചരണത്തിനായി പോയപ്പോൾ അവിടുത്തെ SFI കുട്ടികൾ അദ്ദേഹത്തെ തടയുകയും തുടർന്ന് അവിടെ സംഘർഷമുണ്ടാകുകയും അവിടെ നടത്തിയ ഒരു പ്രസംഗമാണ് കൃഷ്ണകുമാർ എന്ന വ്യക്തി എത്രത്തോളം ആഴത്തിലാണ് അടുത്ത തലമുറയെക്കുറിച്ച് കാണുന്നത് എന്ന് ചിന്തിപ്പിച്ചത്. ആ പ്രസംഗത്തിലുടനീളം നിഴലിച്ചത് ഒരു കുശാഗ്ര ബുദ്ധിക്കാരനായ രാഷ്ട്രീയക്കാരനായിരുന്നില്ല, മറിച്ച് ഒരു പിതാവിൻ്റെ കരുതലും ഒരു പൗരബോധമുള്ള ഒരു മുതിർന്ന പൗരൻ്റെ അടുത്ത തലമുറയെക്കുറിച്ചുള്ള വീക്ഷണങ്ങളുമായിരുന്നു. ഇവിടെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മക്കളും രാഷ്ട്രീയ കിടമത്സരങ്ങൾക്ക് വിധേയരാകുന്നില്ല. അവരൊന്നും തന്നെ രാഷ്ട്രീയ കുടിപ്പകകൾക്ക് വിധേയരാകുന്നില്ല. അവരാരും തന്നെ രാഷ്ട്രീയ യുദ്ധങ്ങളിൽ കൊല്ലപ്പെടുന്നില്ല. അവരാരും തന്നെ തങ്ങളുടെ വിദ്യാഭ്യാസം ഒഴിവാക്കി ഇവിടെ രാഷ്ട്രീയവും പറഞ്ഞ് തെക്ക് വടക്ക് തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നില്ല. ഇവരെല്ലാം തന്നെ ഉന്നത വിദ്യാഭ്യാസം നേടി കേരളത്തിനും ഭാരതത്തിനും പുറത്ത് അവരുടെ ഭാവി സുരക്ഷിതമാക്കുകയാണ്. ഇവിടെയാണ് എത്ര മനോഹരമായിട്ടാണ് കൃഷ്ണകുമാർ പറയുന്നത്. ഇന്ന് രാവിലെ എൻ്റെ എതിർ സ്ഥാനാർത്ഥികളായ MK പ്രേമചന്ദ്രനും മുകേഷിനുമൊപ്പം ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തമാശകളും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് പിരിഞ്ഞവരാണ് ഞങ്ങൾ. പിന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കിടന്ന് തമ്മിൽ തല്ലുന്നത്? ആ പ്രസംഗത്തിൻ്റെ പൂർണ്ണരൂപം ഈ വീഡിയോയുടെ അവസാനം RR ടോക്സ് ഇടുന്നതായിരിക്കും. ഈ വീഡിയോ പല ആവർത്തി നിങ്ങൾ പല ചാനലുകളിലും പല ന്യൂസുകളിലും കണ്ടതാണെങ്കിലും വീണ്ടും ഒന്ന് കാണണം. കാരണം ഇതാണ് യഥാർത്ഥ രാഷ്ട്രീയത്തിൻ്റെ പച്ചയായ സത്യം. ഇവിടെ BJP എന്നോ കോൺഗ്രസ് എന്നോ CPIM എന്നോ അല്ല. രാഷ്ട്രീയ നേതാക്കൾ ഈ യുവതലമുറയെ വിഷം കുത്തിവെച്ച് തെരുവിൽ തല്ലാൻ ഇറക്കി വിട്ടിട്ട് അവർ പരസ്പരം സ്നേഹത്തോടെ കഴിയുന്നു. നേതാക്കന്മാരെല്ലാം അവരുടെ മക്കളെ സുരക്ഷിതരാക്കുന്നു. പാവം പിടിച്ച നിർധനരായ കൂലിപ്പണിക്കാരൻ്റെ മക്കളാണ് തെരുവിൽ കിടന്ന് തല്ലുകൊള്ളുന്നത്. കൃഷ്ണകുമാർ പറഞ്ഞ വാക്കുകൾ കേട്ടുകൊണ്ട് തന്നെ ഈ വീഡിയോ അവസാനിപ്പിക്കാം. RR ടോക്സിനും ഒന്നേ പറയാനുള്ളൂ. കൃഷ്ണകുമാർ പറഞ്ഞതുപോലെ രാഷ്ട്രീയത്തിന് വേണ്ടി, രാഷ്ട്രീയ നേതാക്കൾക്ക് വേണ്ടി തെരുവിലിറങ്ങി തല്ലുന്നതിന് മുമ്പ് സ്വന്തം മാതാപിതാക്കളെക്കുറിച്ച് ആലോചിക്കുക. തങ്ങളെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വലുതാക്കുവാൻ വേണ്ടി രാപന്തിയോളം പണിയെടുക്കുന്ന മാതാപിതാക്കളെക്കുറിച്ച് ഒരു വേള ഓർക്കുക. നമ്മൾ ഓരോരുത്തരും, ഈ യുവതലമുറയിലെ ഓരോ കുട്ടികളും ഇങ്ങനെയുള്ള പരിക്കുകളോ പറ്റി കടന്നു കഴിഞ്ഞാൽ അനുഭവിക്കാൻ നിങ്ങളും നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളുടെ അടുത്ത ചില സുഹൃത്തുക്കളും മാത്രമേ കാണൂ. ഈ രാഷ്ട്രീയ നേതാക്കൾ ആരും തിരിഞ്ഞു നോക്കില്ല. പുഷ്പനെ അറിയാമോ? സഖാവ് പുഷ്പനെ അറിയാമോ? നന്ദി, നമസ്കാരം. എന്റെ മക്കളുടെ പ്രായമോ മക്കളുടെ പ്രായത്തിന് താഴെയോ പ്രായമുള്ള കുട്ടികളാണ് നിങ്ങളെല്ലാവരും. സംഘർഷം ഒന്നിനും ഒരു പരിഹാരമല്ല മക്കളെ. ഇന്ന് രാവിലെ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഇന്ന് രാവിലെ ഇവിടുത്തെ 3 പ്രധാന സ്ഥാനാർത്ഥികളായ ശ്രീ പ്രേമചന്ദ്രൻ, ശ്രീ മുകേഷ്, ഒപ്പം ഞാനുമുണ്ട്. ഞങ്ങൾ 3 പേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു, തമാശകൾ പറഞ്ഞു, കൈ കൊടുത്തു, കെട്ടിപ്പിടിച്ചു പിരിയുന്നു. ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന 3 പേരും തമ്മിൽ എന്തിനാണ് അടികൂടുന്നത്? ഞങ്ങൾ ആരും വരില്ല ഈ സഹായം. നിങ്ങൾക്ക് പരിക്കേറ്റ് കിടന്നാൽ നിങ്ങൾ ആലോചിക്കണം, ഈ കലാലയ ജീവിതത്തിൽ ഇപ്പൊ പരിക്കേറ്റ് കണ്ണിന് വല്ലതും പരിക്ക് പറ്റിയാൽ നിങ്ങളും നിങ്ങളുടെ മാതാപിതാക്കൾ മാത്രമേ വിഷമിക്കൂ. ഇത് പഠിക്കാനുള്ള സ്ഥലമാണ് മക്കളെ. ഇവിടെ സംഘർഷം ഉണ്ടാക്കരുത്. എനിക്ക് ആരോടും വൈരാഗ്യമില്ല. ഇതിനകത്ത് SFIക്കാരോട് എനിക്ക് ദേഷ്യമുണ്ടോ? ഇല്ല. KSകാരുണ്ടോ? ഇല്ല. കാരണം എന്റെ മക്കൾ ഏത് പാർട്ടിയിൽ വിശ്വസിക്കുന്നു പോലും എനിക്കറിയില്ല. ദയവ് ചെയ്ത് പഠിക്കുന്ന കാലത്ത് പഠിക്കുക മക്കളെ. ഒരിക്കലും ഈ അടിയും ഇടിയും കൊണ്ട് നടക്കില്ല. പിന്നെ തടയുന്നത് ഈ കോളേജിനകത്ത്, ഇത് ഭാരതത്തിനകത്ത്, കേരളത്തിനകത്ത്, കൊല്ലത്തകത്ത് കോളേജാണ്. ഈ കോളേജിൽ വരാൻ പാടില്ലെന്ന് എന്തെങ്കിലും നിയമമുണ്ടോ? ഇല്ല. വോട്ട് ചോദിക്കാൻ പാടില്ലെന്ന് നിയമമുണ്ടോ? ഇല്ല. ഇവിടുത്തെ മറ്റ് 2 സ്ഥാനാർത്ഥികൾ ഇവിടെ വന്നു പോയെന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. അതിൽ ശ്രീ മുകേഷ്, അദ്ദേഹം 2 തവണ വന്നു പോയിരിക്കുന്നു. ഏതെങ്കിലും ABPക്കാർ തടഞ്ഞിട്ടുണ്ടോ? തടയാൻ മനസ്സിലാഗ്രഹമുണ്ടെങ്കിൽ തടയരുത്. അവരെ സ്വീകരിക്കാൻ പോലും നമ്മൾ ഇവിടെ കൂടെ നിന്നേക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യ എന്ന് പറയുന്ന എല്ലാവരെയും സ്വീകരിച്ചൊരു രാജ്യമാണ്. ഇവിടെ പ്രത്യേകിച്ച് ഞാൻ SFI മക്കളോട് പറയാം, എന്റെ പൊന്നുമക്കളെ, നിങ്ങൾ ഈ എല്ലാവരും ഫാസിസം ഫാസിസം എന്ന് പറഞ്ഞ് നരേന്ദ്രമോദിക്ക് നേരെ വിരൽ ചൂണ്ടുമായിരുന്നു. ഇന്ന് നിങ്ങൾ കാണിക്കുന്നതാണ് ഫാസിസം.
ഭാരതത്തിലെ ഒരു പൗരനാണ് ഞാനും, ടാക്സ് കൊടുത്ത് ജീവിക്കുന്ന ഒരു പൗരൻ. ഈ കോളേജിൽ എന്നെ തടയുന്നു. എവിടെയോ കിടക്കുന്ന ചെഗുവേരയ്ക്ക് നിങ്ങൾ സ്വാഗതം പറയുന്നു, ഭാരതത്തിലെ കൃഷ്ണകുമാറിനെ നിങ്ങൾ തടയുന്നു. ഇത് എവിടത്തെ ന്യായമാണ് നിങ്ങൾ കാണിക്കുന്നത്? കോളേജിൽ വരുമ്പോൾ പഠിക്കുന്ന കാലത്ത് പഠിക്കുക. നിങ്ങളുടെ മാതാപിതാക്കൾ വിഷമിക്കും. ഇന്നിവിടെ പരിക്കേറ്റവിൽ SFI കാണും, KS കാണും, BJP കാണും, ABP കാണും. നിങ്ങൾ മനസ്സിലാക്കുക, കോളേജിൽ വന്ന് സംഘർഷം ഉണ്ടാക്കലല്ല. ആദ്യം ഇവിടെ വന്നാൽ നിങ്ങൾ മാതാപിതാ ഗുരു ദൈവം, ഗുരുവിന് ഏറ്റവും പ്രാമുഖ്യം കൊടുക്കുക. കാരണം മാതാവും പിതാവും കഴിഞ്ഞാൽ ഗുരുവാണ്, അതും കഴിഞ്ഞ ദൈവം വരുന്നുള്ളൂ. ഇന്ന് സ്കൂളുകളിൽ ടീച്ചർമാരെ പറ്റി അനാവശ്യം പറയുക, പ്രിൻസിപ്പളിനെ തടഞ്ഞു വെക്കുക, കൊരാവ് ചെയ്യുക, ഇത്തരം പ്രവൃത്തികളിൽ പോകാതിരിക്കുക. ഗുരുത്വദോഷം എന്ന് പറയും, ഗുരുത്വദോഷം. നിങ്ങൾക്ക് ആപൽഘട്ടങ്ങളിൽ നമ്മൾ എപ്പോഴും സഹായിക്കുന്നത് അദൃശ്യമായൊരു ശക്തിയാണ്. നമ്മൾ പഠിപ്പിച്ച ഗുരുക്കന്മാരുടെ അവരുടെ എപ്പോഴും ഐശ്വര്യം നമ്മുടെ പുറത്ത് കാണും. ദയവ് ചെയ്ത് അവരുടെ പ്രാക്ക് വാങ്ങിച്ചുകൊണ്ട് കലാലയങ്ങളിൽ നിങ്ങൾ പോകാതിരിക്കുക. ഇനി കൂടുതൽ സംസാരിക്കുന്ന എന്റെ മക്കളെ, നിങ്ങൾക്കെല്ലാം നല്ല ഭാവി വരണം.